പത്തനംതിട്ട, ഇടുക്കി, കാസർഗോഡ്, തിരുവനന്തപുരം തുടങ്ങി സംസ്ഥാനത്ത് ഒട്ടുമിക്ക ജില്ലകളിലും കള്ളവോട്ട്. വോട്ട് ചെയ്യാനെത്തുമ്പോൾ തന്റെ വോട്ട് ആരോ രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ടാകും. കാസർഗോഡ് ചെർക്കളയിൽ UDF കള്ളവോട്ട് ചെയ്തുവെന്ന ആരോപണം ഉയർന്നതോടെ പ്രശ്നം കയ്യാങ്കളിയിലെത്തി. മാധ്യമപ്രവർത്തകരെയും UDF പ്രവർത്തകർ ആക്രമിച്ചു. ഇടുക്കിയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഇരട്ട വോട്ട് കേസുകളും റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കേരളത്തിൽ വോട്ട് ചെയ്യാനെത്തിയ സ്ത്രീയെ മഷി പൂർണ്ണമായും മാഞ്ഞിട്ടില്ലാത്തതിനാൽ കൈയോടെ പൊക്കി. കോഴിക്കോട് നോർത്തും പത്തനംതിട്ട കുമ്പഴയിലും കൈപ്പത്തിക്ക് കുത്തിയ വോട്ട് താമരയ്ക്ക് പോയെന്ന് പരാതി. ഞാൻ വോട്ട് ചെയ്തപ്പോൾ വേറെ ചിഹ്നത്തിലാണ് പോയത്. എന്നാൽ ചെയ്ത ചിഹ്നത്തിലല്ല വോട്ട് പതിഞ്ഞതെന്ന് വ്യാജ പരാതി ഉന്നയിച്ച ആളെ കോഴിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പത്തനംതിട്ടയിൽ വോട്ടിംഗ് മെഷീനിലെ താമരയ്ക്ക് വലിപ്പം കൂടുതലെന്ന പരാതിയുമായി UDF സ്ഥാനാർത്ഥി തന്നെ രംഗത്തെത്തി. തൊട്ടു താഴെയുള്ള കൈപ്പത്തിയെ പോലും ശ്രദ്ധയിൽപ്പെടാതെ പോകത്തക്ക തരത്തിൽ താമര ചിഹ്നം നിയമവിരുദ്ധമായിട്ടാണ്. ഇതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ ഓരോ ചിഹ്നവും പബ്ലിഷ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. മറ്റു ചിഹ്നങ്ങൾ മങ്ങിയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞ ആന്റണി ഇതേ അവസ്ഥയാണ് എറണാകുളത്തുമെന്നും ആരോപിച്ചു. തൃശൂർ പൂങ്കുളത്ത് 30-ാം നമ്പർ പോളിംഗ് ബൂത്തിൽ അനധികൃതമായി വോട്ടുകൾ ചോർത്തിയെന്നാരോപിച്ച് തർക്കമുണ്ടായി. പത്തനാപുരം നടുക്കുന്ന ഗവൺമെന്റ് LPSലെ ബൂത്തിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ വാക്കേറ്റം നടന്നു. ഇടുക്കി ചക്കുപള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ തടഞ്ഞത് സംഘർഷത്തിൽ കലാശിച്ചു. പയ്യന്നൂർ കാറമേലിലും LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.